മന്ത്രി കെ ശശീന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ 3-ാം തീയതി മുഖ്യമന്ത്രി കാണാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് പോകുന്നത്? അല്ലാതെ സംസ്ഥാന പ്രസിഡന്റ് ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ 3 പേരും തന്നെ പോകും. സംസ്ഥാന പ്രസിഡന്റ് അതിൻ്റെ ഒപ്പം വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ മന്ത്രിമാറ്റത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശരത് പവാർ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കാര്യം പറയാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അടുക്കിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യവും ചർച്ചയിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷെ അതല്ല, അവിടെ ചെറിയൊരു ഇതുള്ളത്, ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ട് ശരത് പവാറിനെ അറിയിക്കേണ്ടി വരും. കാരണം അന്തിമ തീരുമാനമെടുക്കുന്നത് ദേശീയ സമിതിയാണ്. അപ്പോൾ ഈ ആശയം ചർച്ച ചെയ്യാൻ അത് നന്നായിരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റിനും അഖിലേന്ത്യാ പ്രസിഡന്റിനും തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ചർച്ച നമ്മൾ കത്ത് കൊടുത്താൽ മതിയായിരുന്നു. നിയമപ്രകാരം ഒരാളെ പിൻവലിച്ച് വേറെ ആളാക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല. അപ്പോൾ ചർച്ച ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ചർച്ച വേണ്ടുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. വരട്ടെ. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഇപ്പം മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയാതെ പിന്നെ പറഞ്ഞ നമ്മൾ PC ചാക്കോ പറഞ്ഞ കാര്യം ശരി എന്ന് അംഗീകരിച്ചാൽ പിന്നെ മുഖ്യമന്ത്രിയും പാർട്ടിയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ വ്യത്യാസം വരിക? ഒരു മന്ത്രിമാറ്റത്തിനുള്ള ഒരുക്കത്തിലാണോ ഇപ്പോൾ മന്ത്രി നിൽക്കുന്നത്? ഒരുങ്ങിക്കഴിഞ്ഞത് അതിനൊരു ഒരുക്കും വേണ്ട, നേരെ ഇറങ്ങിയാൽ മതി, ഒരു പ്രശ്നമില്ല. നേരെ KSRTC ബസ് സ്റ്റാൻഡിൽ പോവുക, വണ്ടി കാർ അങ്ങോട്ട് തിരിച്ചയക്കും. ഏതെങ്കിലും വിധത്തിലൊരു അതൃപ്തി ഉണ്ടോ ഈ ഒരു മന്ത്രിമാറ്റത്തിൽ? മന്ത്രിമാറ്റത്തിൽ എനിക്ക് മന്ത്രിസ്ഥാനത്ത് തുടരണം എന്നുള്ള കാര്യത്തിൽ ഒരു വാശി, ഒരു നിർബന്ധമില്ല. മന്ത്രിമാറ്റത്തിൽ അതുകൊണ്ട് തന്നെ എന്നെ മാറ്റുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ചെറിയൊരു നിബന്ധനയുണ്ട്. മന്ത്രിമാറ്റം മന്ത്രിയെ ഇല്ലാതാക്കാനാകരുത്. ചർച്ച അങ്ങനെ വഴിതെറ്റിപ്പോകരുത്. മന്ത്രിമാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് മന്ത്രി ഉണ്ടാകും തുടർന്നുള്ള വർഷങ്ങളിലും എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അത് ഞാനങ്ങനെ പറയാൻ ചില മാധ്യമങ്ങളിൽ അങ്ങനെ ചില അഭ്യൂഹങ്ങളുണ്ട്. അപ്പോൾ അത് ഉറപ്പ് കിട്ടണം. കാരണം പാർട്ടിക്ക് വേണ്ടത് ശശീന്ദ്രനോ തോമസോ ചാക്കോ അല്ല, പാർട്ടിക്ക് മന്ത്രിയാണ് വേണ്ടത്. അപ്പോൾ ഒരു മന്ത്രിയെ കൈ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കുന്ന കളയുന്നൊരു ഏർപ്പാടിലേക്ക് പോകരുത്. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടോ പാർട്ടിക്ക്? എനിക്കോ? അല്ല, എനിക്കൊന്നും ആശങ്കയൊന്നുമില്ല. താങ്കൾക്ക് വ്യക്തിപരമായിട്ടല്ല, പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? പാർട്ടി ഞങ്ങൾ തമ്മിൽ 3 നാൾ ചർച്ച ചെയ്തല്ലാതെ പാർട്ടിയുടെ വേറെ ഏതെങ്കിലും ചർച്ച ചെയ്തത് എനിക്കറിയില്ല. ഞങ്ങൾ 3 പേരും ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്ത ഘട്ടത്തിൽ ചില ആശങ്കകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പരിഗണിച്ച് ചെയ്യും. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം പിന്നെ പാർട്ടിയാണ്. എന്നാൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളത്, ഒന്ന്, പാർട്ടിക്ക് ഇത്തരം ചർച്ചകളിലൂടെ നമ്മുടെ നാട്ടിൽ പറയില്ല, കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത്. അതാണ് എൻ്റെ ഒരു കണ്ടീഷൻ. രണ്ടാമത്തത്, ഇതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്തിൻ്റെ പേരിലും മറ്റ് തുറന്നുള്ള ദിവസങ്ങളിലും UDFിലേക്ക് പോകുമോ എന്നുള്ള ചില അഭ്യൂഹങ്ങളും ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പോകാൻ ഒട്ടും സാധ്യതയില്ല. എന്നാലും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് രാഷ്ട്രീയമായി യോജിക്കാൻ എനിക്ക് പറ്റില്ല. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തി ആ പേര് പറഞ്ഞ് UDFിലേക്ക് പോകാനുള്ള ശ്രമം പാർട്ടിയുടെ ഒരു വിഭാഗം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണോ മന്ത്രി വ്യക്തമാക്കുന്നത്? എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തിനാണെന്ന് പറയുന്നത്? ഈ ചർച്ചകൾ വരുന്നു, ചർച്ചകൾ പോയ വഴിയല്ലല്ലോ. ചിലപ്പോൾ പല കാരണങ്ങളാൽ ചർച്ച വഴിതെറ്റിപ്പോവില്ലേ? അങ്ങനെ വഴിതെറ്റിപ്പോരാതെ വളരെ സൂക്ഷിച്ച് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതിന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. ഒരു സൂക്ഷ്മത കുറവുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ മൈക്ക് വീണ് പോകരുത്. ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന, പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്ത് തീരുമാനമാണ് എടുക്കുക? അല്ല, എനിക്കത് പിന്നെ വിയോജിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വിയോജിപ്പ് ഒന്നും നടക്കൂലതല്ല. പക്ഷേ എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യമാണ് ഞാനിപ്പം വ്യക്തമാക്കുന്നത്. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ആശങ്ക പാർട്ടിക്ക് മന്ത്രിയില്ലാകുന്ന ഒരവസ്ഥ ആരും ഇഷ്ടപ്പെടില്ലല്ലോ. സംസ്ഥാന പ്രസിഡന്റ് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചില സൂചനകൾ ആരും ഇങ്ങനെ നേരത്തെ 1-2 പേര് എന്നോട് ചോദിച്ചതുകൊണ്ട് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മന്ത്രിസ്ഥാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മന്ത്രി മാറ്റത്തിന് പിന്തുണയ്ക്കുള്ളൂ. അല്ല, എൻ്റെ അഭിപ്രായം പറയാന്നുള്ളതല്ലാതെ അതിൻ്റെ പേരിൽ അഭിപ്രായം തന്നെയാണ്, മന്ത്രിയുടെ അഭിപ്രായം തന്നെ ചോദിക്കുന്നത്. അല്ല, അതിൻ്റെ പേരിൽ പാർട്ടിയിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് പറയും. അപ്പോൾ ആ അഭിപ്രായം എൻ്റെ ഒരു നിലപാട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ 2 കാര്യങ്ങളിൽ ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു. ഇത് രാഷ്ട്രീയ നിലപാടാണ്,
സംഘടനക്ക് അകത്തെ സംഘടനാ പ്രശ്നമല്ല അത്. സംഘടനാ പ്രശ്നത്തിൽ 101% പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനോടൊപ്പം അതിൻ്റെ മുമ്പിൽ എല്ലാ കാലത്തും AK ശശീന്ദ്രൻ നിന്നിട്ടുണ്ട്. നാളെയും AK ശശീന്ദ്രൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഈ പാർട്ടിയിൽ നിന്നൊരു വിഭാഗം UDF-ലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടോ? അങ്ങനെ വല്ല സംശയം താങ്കൾക്കുണ്ടോ? എനിക്കില്ല. പക്ഷേ നിങ്ങൾ കുറേ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ. അപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, പാർട്ടിക്ക് വേണ്ടിയല്ല. മാധ്യമങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യവും ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. NCP-യിലെ ചില വ്യക്തികൾ അതിന് ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഇത് നിങ്ങൾ പറഞ്ഞത് കേട്ടതാണ്. മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവിൽ ഒരു നേതാവും ഒരു പ്രവർത്തകനും UDF-ലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നതിൽ ശ്രദ്ധപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾ ചിലത് പ്രചരിച്ചപ്പോൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന അഭ്യൂഹങ്ങളിൽ എൻ്റെ നിലപാടാണ്, അല്ലെ പാർട്ടി നിലപാടിലല്ല. ഈ 3-ാം തീയതി മുഖ്യമന്ത്രിയെ കാണുന്നതോടെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമോ കാര്യങ്ങളിലൊക്കെ? 3-ാം തീയതി മുഖ്യമന്ത്രിയായിട്ട് കണ്ടാൽ അത് അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിക്കണമല്ലോ. അന്തിമ തീരുമാനം ആരതാ? അപ്പോൾ അവരെ നമ്മൾ അറിയിക്കും. അപ്പോൾ അതൊക്കെ ഈ സാങ്കേതികത്വമാണ്. ഇങ്ങനെയാണ് ഫോണിൽ ചോദിച്ചത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ ശരത് പവാറിൻ്റെ അഡ്വൈസാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഇപ്പോൾ നിലവിൽ ശരത് പവാർ ഇങ്ങനെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയതായിട്ട് അങ്ങേക്ക് അറിവുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം കൂടിയാണല്ലോ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത്. അപ്പം അതിനെന്തൊക്കെ തടസ്സമുണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കിയിട്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, എനിക്ക് ആവശ്യമുള്ള മന്ത്രിസ്ഥാനം എനിക്ക് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ തോമസ് കെ തോമസ് മന്ത്രിയാകാൻ പാടില്ല ഞാൻ ഈ 3 കൊല്ലത്തിനിടയ്ക്ക് ഒരു മനുഷ്യജീവിയോടും പറഞ്ഞിട്ടില്ല. എന്തായാലും 3-ാം തീയതി മുഖ്യമന്ത്രിയെ കണ്ട് ഒരു തീരുമാനം എടുത്തതിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കൂടിയും അന്തിമ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രി മാറ്റമെന്നാണ് ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.